അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ് 2 ഡയമെൻഷണൽ. ഓൾറെഡി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ കേസിൽ ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റ്സ് ഉള്ള സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പം ഒരു സർക്കുലർ ബൗണ്ടറി ഉള്ള ഒരു ബോഡിയോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റോ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്, പോളാർ കോർഡിനേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് അല്ലേ. അവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ ഈ റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു റേഡിയൽ എലമെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗർ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ഇൻഫൈനൈറ്റ്സിമലി സ്മോൾ റേഡിയൽ എലമെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫൈനൈറ്റ് സ്മോൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഡെൽറ്റ ആറാണ് ഇതിൻ്റെ റേഡിയൽ എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റയാണ്. ഇത് ഹൊറിസോണ്ടലിൽ നിന്ന് തീറ്റ ആംഗിൾ മാറിയുള്ള റേഡിയൽ എലമെൻറ്റും ഇതിൻ്റെ ഒറിജിനിൽ നിന്ന് ആക്സിൻ്റെ ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ റെഫറൻസ് ആക്സിൻ്റെ ഒറിജിനിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയുള്ള റേഡിയൽ എലമെൻറ്റുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റേഡിയൽ എലമെൻറ്റിൻ്റെ കേസിലുള്ള സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്ട്രെയിൻ ഉണ്ടാവണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോഡിക്ക് എന്തുണ്ടാവണം, ഒരു ഡീഫോർമേഷൻ ഉണ്ടാവണം. ഡീഫോർമേഷൻ ഉണ്ടായാലേ ആ ബോഡിക്ക് എന്തുണ്ടാവത്തുള്ളൂ, സ്ട്രെയിൻ ഉണ്ടാവത്തുള്ളൂ. അപ്പം പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം അവിടെ റേഡിയൽ ഡയറക്ഷനിലേക്കും ഒരു ഡീഫോർമേഷൻ അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നിന്നുണ്ടാകും അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകും. അപ്പം ഇവിടെ രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണുള്ളത് അല്ലേ. ഒന്ന് റേഡിയൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, മറ്റൊന്നെന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം സാധാരണ രീതിയിൽ റേഡിയൽ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്താണ് പറയുന്നത്, ലെറ്റ് യു സഫിക്സ് ആർ, യു ആർ ബി ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഏത് ഡയറക്ഷനാണ്, റേഡിയൽ ഡയറക്ഷൻ അല്ലേ, ഇൻ റേഡിയൽ ഡയറക്ഷൻ. അതുപോലെ തന്നെ യു തീറ്റ ബി ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. ഇവിടെ ഈ റേഡിയൽ എലമെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഡീഫോർമേഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് അവിടെ ഒന്ന് റേഡിയൽ ഡീഫോർമേഷൻ ഉണ്ടാകാം, പിന്നെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷണൽ ഡീഫോർമേഷൻ ഉണ്ടാകും, അതോടൊപ്പം ആംഗുലാർ ഡീഫോർമേഷൻ ഉണ്ടാകും അല്ലേ. ലീനിയർ ഡയറക്ഷണൽ ഡീഫോർമേഷൻസ് ഉണ്ടാകും, ആർ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷണൽ ഡീഫോർമേഷൻ ഉണ്ടാകും. മാത്രമല്ല ആംഗുലാർ ഡീഫോർമേഷനും ഈ റേഡിയൽ എലമെൻറ്റിന് ഉണ്ടാകും. അപ്പം അത് ഇൻഡിവിജ്വലി ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ റേഡിയൽ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെൻറ്റും സെക്കൻഡ് ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിനെ ബേസ് ചെയ്താണ് നമ്മളിവിടെ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്, റേഡിയൽ എലമെൻറ്റിൻ്റെ ഒറിജിനൽ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പുതിയ പൊസിഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലായിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ABCD ആയിരുന്നു. അത് ഡീഫോം ചെയ്തപ്പോഴത്തേന് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് A ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, B ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, C ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, അതുപോലെ D ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് ഏത് ഡയറക്ഷനിലാണ്, റേഡിയൽ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത്. ഓക്കെ, ഈ അടുത്തൊരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ നമ്മൾ ഡീഫോർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെയും 4 പോയിൻറ്റ്സ്, ഇനിഷ്യലി 4 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, ABCD, ഈ 4 പോയിൻറ്റ്സ് ആയിരുന്നു ഇനിഷ്യലി ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഡീഫോം ചെയ്യുമ്പം A ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, B ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, C ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, D ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഈ എപ്സിലോൺ RRും എപ്സിലോൺ തീറ്റയും ഗാമ R തീറ്റയും ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്സിലോൺ RR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റേഡിയൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റേഡിയൽ സ്ട്രെയിൻ ആണ്. ദി നെറ്റ് റേഡിയൽ സ്ട്രെയിൻ
നെറ്റ് റേഡിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ RR. ഓക്കെ, ഈസ് ഇത് ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡ്യൂ ടു റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്. റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പം എപ്സിലോൺ RR എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്സിലോൺ RR ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ABCD ആയിരുന്നു അതിൻ്റെ ഇനിഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് റേഡിയൽ ഡയറക്ഷൻ ഡിസ്പ്ലേസ് ചെയ്തപ്പോഴത്തേന് A ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അവിടുത്തെ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ UR ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, അതുപോലെ B ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ അഡ്ജസൻറ്റ് പോയിൻ്റാണ് B എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ടൈലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം A ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് UR ആണെങ്കിൽ B ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തത് എന്തായിരിക്കും? UR പ്ലസ് ഡെൽ UR ആയിരിക്കും. ഓക്കെ, ഇനി D ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പം എയുടെ മറ്റൊരു അഡ്ജസ്റ്റൻ്റ് പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? D എന്ന് പറയുന്നത്. അപ്പം A ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് UR ആണെങ്കിൽ D ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് അക്കോർഡിംഗ് ടു ടൈലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? UR പ്ലസ് ഡെൽ UR ആയിരിക്കും അല്ലേ. അതുപോലെ C ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. AB എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ AB എന്ന് പറയുന്ന എലമെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പുതിയ ലെങ്തിൽ നിന്ന് പഴയ ലെങ്ത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ A ഡാഷ് B ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ പുതിയ ലെങ്ത്. ആ പുതിയ ലെങ്തിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? AB എന്ന് പറയുന്ന പഴയ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പം ഇത് നമുക്ക് എങ്ങനെ പറയാം? ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് A ഡാഷ് B ഡാഷ് മൈനസ് AB ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? AB തന്നെയാണ് അല്ലേ. അത് ഓൾറെഡി നമ്മൾ ഇതിനകത്തിൽ എടുത്തത് എന്താണ്? ഡെൽറ്റ R ആണ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ A ഡാഷ് B ഡാഷ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ A ഡാഷ് B ഡാഷ്, അപ്പോൾ A ഡാഷ് B ഡാഷ്, അപ്പോൾ A ഡാഷ് B ഡാഷ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ A മുതൽ ഈ B വരെയുള്ള ലെങ്ത് നമുക്കറിയാം എന്താണ്? ഡെൽറ്റ R ആണെന്നറിയാം അല്ലേ. അത് കഴിഞ്ഞിട്ട് B മുതൽ B ഡാഷ് വരെയുള്ള ലെങ്ത് നമുക്കറിയാം എത്ര ആണെന്നറിയാം? UR പ്ലസ് ഡെൽറ്റ UR. അപ്പോൾ ഡെൽറ്റ ആറിൻ്റെ കൂടെ UR പ്ലസ് ഡെൽറ്റ UR ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A മുതൽ B ഡാഷ് വരെയുള്ള ലെങ്ത് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ മതി? A ഡാഷ് മുതൽ B ഡാഷ് വരെയുള്ള ലെങ്ത്. അപ്പം A മുതൽ A ഡാഷ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് UR ആണ്. ആ UR ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A ഡാഷ് മുതൽ B ഡാഷ് വരെയുള്ള ലെങ്ത് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡെൽറ്റ R പ്ലസ് UR പ്ലസ് ഡെൽ UR മൈനസ് എന്ത് ചെയ്യണം? UR ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A ഡാഷ് B ഡാഷിൻ്റെ ലെങ്ത് കിട്ടി അല്ലേ. അതിൽ നിന്ന് എന്താണ് നമ്മൾ കുറയ്ക്കേണ്ടത്? AB നമ്മൾ കുറയ്ക്കണം. AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ R ഹോൾ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് AB. ഒറിജിനൽ ലെങ്ത് AB എന്ന് പറയുന്നത് ഡെൽറ്റ R. അപ്പോൾ ഏതൊക്കെ ക്യാൻസലായി പോവും? ഈ ഡെൽറ്റ ആറും ക്യാൻസലായി പോവും. പിന്നെ URും ക്യാൻസലായി പോവും. ഓക്കെ, ബാക്കി എന്ത് വരും? ദാറ്റ് ഈസ് എപ്സിലോൺ RR ഈസ് ഈക്വൽ ടു ഡെൽ UR ഡിവൈഡഡ് ബൈ ഡെൽറ്റ R. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലിമിറ്റ് ഡെൽറ്റ R ടെൻസ് ടു 0 നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിനെ നമുക്ക് ഡെൽറ്റ UR ഡിവൈഡഡ് ബൈ ഡെൽറ്റ R ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് മാറ്റാം? അതിന് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡോ UR ബൈ ഡോ R അല്ലേ. ഇതെന്താണ്? കാൽക്കുലസ് ആണ്. നിങ്ങൾ കാൽക്കുലസിനകത്ത് ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എപ്സിലോൺ RR ഈസ് ഈക്വൽ ടു ഡോ UR ബൈ ഡോ R. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അത് നമുക്ക് ബോക്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയൽ
സ്ട്രെയിൻ കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിലേഷൻഷിപ്പ്. അപ്പോൾ റേഡിയൽ സ്ട്രെയിനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്? എപ്സിലോൺ തീറ്റയും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ആണ് അല്ലേ? പക്ഷേ ഇവിടെ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ സാധാരണ ഉണ്ടാകുന്നത് എന്താണ്? ഈ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്ക് ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിട്ടുണ്ട്? ഒരു സർക്കംഫറൻഷ്യൽ ഡീഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്ട്രെയിൻ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മാത്രമല്ല ഇവിടെ റേഡിയൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ഉണ്ടാകുമ്പോഴും അവിടെ എന്ത് നടക്കുന്നുണ്ട്? സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. AD ആയിരുന്നു ഇനിഷ്യൽ ലെങ്ത് അല്ലേ? അത് പുതിയ പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. A ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, D ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം CB എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് അല്ല C' B' ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റേഡിയൽ ഡയറക്ഷനിൽ പോയിൻറ്റ്സ് ഡിസ്പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റേഡിയൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് കേസിലും കറസ്പോണ്ടിങ് ആയിട്ട് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓരോ കേസിലെയും സർക്കംഫറൻഷ്യൽ സ്ട്രെയിനെ ആഡ് ചെയ്താലേ നമുക്ക് ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്? നെറ്റ് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ആണ്. net circumferential strain, the net circumferential strain epsilon theta അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എന്തൊക്കെയാണ്? ഒന്ന് റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ബൈ ദി radial displacement and circumferential displacement. Circumferential displacement. Okay, that is epsilon theta is equal to epsilon theta. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ AD എന്ന് പറയുന്ന എലമെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ AD എന്ന് പറയുന്ന എലമെൻറ്റ് ഇനിഷ്യലി എന്തായിരുന്നു? അതിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? റേഡിയസിനെ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർക്ക് ലെങ്ത് കിട്ടും. അപ്പോൾ R×del θ, റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? R ആണ്. അതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? δθ. അപ്പോൾ R×del θ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർക്ക് ലെങ്ത് കിട്ടും അല്ലേ? അപ്പോൾ അത് ഡിസ്പ്ലേസ് ചെയ്തു. എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തത്? പുതിയ പൊസിഷനിലേക്ക് അത് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്ക് ലെങ്തിന് ചേഞ്ച് വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ വരും? അവിടെയും സെയിം തന്നെയാണ്. എന്താണ്? റേഡിയസ് ഇൻറ്റു ആംഗിളാണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. എന്താണ്? ആറിൻ്റെ കൂടെ എന്തുകൂടെ ഇൻക്രീസ് ചെയ്തു? ഈ UR കൂടെ ഇൻക്രീസ് ചെയ്തു. UR ആണ് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. R+UR ചെയ്യുമ്പോഴാണ് നമുക്ക് A മുതൽ A' വരെയുള്ള റേഡിയസ് നമുക്ക് കിട്ടുന്നത്. അതിനെ എന്ത് ചെയ്യണം? തീറ്റ കൊണ്ട് δθ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം R+UR ഇൻറ്റു δθ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർക്ക് ലെങ്ത് കിട്ടി അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ലെങ്തിൽ നിന്ന് പഴയ ലെങ്ത് കുറയ്ക്കണം അല്ലേ? അപ്പം A', D' ആണ് പുതിയ ലെങ്ത്. അതിൽ നിന്ന് പഴയ ലെങ്ത് കുറയ്ക്കുമ്പോഴത്തേന് എന്ത് വരും? അപ്പം A', D' ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതി. അതിൽ നിന്ന് പഴയ ലെങ്ത് കുറയ്ക്കണം. പഴയ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? AD ആണ് പഴയ ലെങ്ത്. അത് R×del θ ആണ്. അപ്പം മൈനസ് R×del θ ഡിവൈഡഡ് ബൈ R×del θ. ഓക്കെ, അപ്പം റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ ഏതുകൂടെ ആഡ് ചെയ്യണം? സർക്കംഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന സ്ട്രെയിനൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്നാലേ നമുക്ക് നെറ്റ് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് ഇനിഷ്യൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റ് അത് തന്നെയാണ്. AD എന്ന് പറയുന്ന എലമെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം AD എന്ന് പറയുന്ന എലമെൻറ്റ് അതെങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു? പുതിയ പൊസിഷനിലേക്ക് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ A' ഡിസ്പ്ലേസ് ചെയ്തു. D എന്ന് പറയുന്ന പോയിൻറ്റ് D' ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെയും ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ A' ഡിസ്പ്ലേസ് ചെയ്ത ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ Uθ ആയിട്ട് എടുത്തു.
മറ്റത് യു ആർ ആണ്, കാരണം റേഡിയൽ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ് ചെയ്തത്. പക്ഷേ ഈ കേസിൽ എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ യു തീറ്റയായിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ അഡ്ജസൻറ്റ് പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്ന പോയിൻറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി ഡി ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് അക്കോർഡിംഗ് ടു ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒറിജിനൽ ലെങ്ത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയ ലെങ്ത് എ ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്നതാണ് പുതിയ ലെങ്ത്. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? എ ഡി കുറയ്ക്കണം. അപ്പോൾ എ ഡാഷ് ഡി ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എ ഡാഷ് ഡി ഡാഷ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എ മുതൽ ഡി ഡാഷ് വരെയുള്ള ലെങ്ത് നമ്മൾ കൺസിഡർ. അപ്പം എ മുതൽ ഡി ഡാഷ് വരെ നമുക്കറിയാം. എ മുതൽ ഡി വരെ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയാണെന്ന് നമുക്കറിയാം. ഓക്കെ. അതിൻ്റെ കൂടെ ഏതുകൂടെ ആഡ് ചെയ്യണം? യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ കൂടെ ആഡ് ചെയ്യണം. അതിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? യു തീറ്റ എന്ന് പറയുന്ന എ ഡാഷ് ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എ ഡാഷ് മുതൽ ഡി ഡാഷ് വരെയുള്ള ലെങ്ത് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം അത് ഞാൻ എഴുതാൻ പോവുകയാണ്. എ മുതൽ ഡി ഡാഷ് വരെ ലെങ്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ. അപ്പം എ മുതൽ ഡി ഡാഷ് വരെയുള്ള ലെങ്ത് നമുക്ക് കിട്ടി. ഓക്കെ. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? യു തീറ്റ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് പുതിയ എ ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് കിട്ടി. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? പഴയ ലെങ്ത് കുറയ്ക്കണം. ഏതാണ് പഴയ ലെങ്ത്? എ ഡി എന്ന് പറയുന്നതാണ് പഴയ ലെങ്ത്. അത് നമുക്കറിയാം ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആർക്ക് ലെങ്ത് നമുക്കറിയാം ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയാണ് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ ഏതൊക്കെ ക്യാൻസലായി പോകും? ഇപ്പം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് എഴുതാം. ഇവിടുത്തെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് യു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ മൈനസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ മൈനസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഓക്കെ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഇനി ഈ ഒരു ടൈമിൽ നിന്ന് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയും, പിന്നെ ഇവിടെ ഒരു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു യു തീറ്റയുണ്ട്, ഇവിടെ ഒരു മൈനസ് യു തീറ്റയുണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ യു ആർ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ തീറ്റ. അത് രണ്ടും എന്തായി പോകും? ക്യാൻസലായി പോകും. അത് ഞാനിവിടെ എഴുതുന്നില്ല, അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് എന്താണ്? യു ആർ പ്ലസ് ആർ എന്നാണ്. പ്ലസ് എന്താണ്? ഇവിടെ 1/r ഇൻറ്റു ഡെൽറ്റ യു തീറ്റ ബൈ ഡെൽറ്റ തീറ്റ. അപ്പം ഞാൻ അതുപോലെ എഴുതുകയാണ് 1/r ഇൻറ്റു ഡെൽറ്റ യു തീറ്റ ബൈ ഡെൽ തീറ്റ. ഓക്കെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. ഡെൽറ്റ തീറ്റ ടെൻസ് ടു 0. അത് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിങ്ങോട്ട് മാറ്റി എഴുതുവാണ്. ദാറ്റ് ഈസ് എപ്സിലോൺ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു യു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1/r ഇൻറ്റു ഡോ യു തീറ്റ ഡിവൈഡഡ് ബൈ ഡോ തീറ്റ. ഓക്കെ. ഇതാണ് എപ്സിലോൺ തീറ്റ തീറ്റയുടെ ഇക്വേഷൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. ഇക്വേഷൻ ഓർത്തുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷനാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ഈ ഷിയർ സ്ട്രെയിനും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ. അത് നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. Now the shear strain gamma r theta അതെന്ന് പറയുന്നത് ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ റേഡിയൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്തപ്പോഴത്തേന് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗുലർ ഡിഫർമേഷൻ ഉണ്ടാകുന്നുണ്ട്. രണ്ട് കേസിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. എ ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് യു തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻറ്റ് പോയിൻ്റായ ഡി ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് അക്കോർഡിംഗ് ടു ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം യു ആർ പ്ലസ് ഡെൽറ്റ യു ആർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എ ഡാഷ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഡി ഡാഷ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്തല്ല? ഈക്വൽ അല്ല അല്ലേ? അപ്പം അത് കാരണം ഈ
ഡി ഡാഷ് എന്ന് പറയുന്ന എലമെൻറ്റിന് എന്ത് സംഭവിച്ചു? ഒരു ആംഗുലാർ ഡീഫോർമേഷൻ ഉണ്ടായി. അത് നമ്മൾ ആൽഫയായിട്ട് എടുത്തു. ഈ ഡോട്ടറായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു എലമെൻറ്റിനുണ്ടായിരിക്കുന്ന ആംഗുലാർ ഡീഫോർമേഷൻ ഡ്യൂ ടു റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ആൽഫയായിട്ട് കൺസിഡർ ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം സർക്കംഫറൻഷ്യൽ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ കേസിൽ എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് എ ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, ബി ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എ ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് നമ്മൾ യു തീറ്റയാണ് എടുത്തതെങ്കിൽ അക്കോർഡിംഗ് ടു ടേലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ ബി ഡാഷിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ ആയിരിക്കും. അപ്പോൾ അത് ഈക്വൽ അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എ ബി എന്ന് പറയുന്ന എലമെൻറ്റിന് എന്ത് സംഭവിച്ചു? ഒരു ആംഗുലാർ ഡീഫർമേഷൻ അവിടെ ഉണ്ടായി. അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു? ഈ ആംഗിൾ നമ്മൾ ബീറ്റയായിട്ട് കൺസിഡർ ചെയ്തു. അപ്പം ഒരു റേഡിയൽ എലമെൻറ്റിന് റേഡിയൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേന് അവിടെ എന്തുണ്ടാവും? അവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ആംഗുലാർ ഡീഫർമേഷനൂടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർ തീറ്റ പ്ലെയിനിലെ ടോട്ടൽ ആംഗുലാർ ഡീഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ പ്ലസ് എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഷിയർ സ്ട്രെയിൻ ഇൻ ആർ തീറ്റ പ്ലെയിനിലെ നെറ്റ് ഷിയർ സ്ട്രെയിൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഷിയർ സ്ട്രെയിൻ ഗാമ ആർ തീറ്റ ഈസ് ദി സം ഓഫ് ആംഗിൾസ് ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഷിയർ സ്ട്രെയിനെയും കറസ്പോണ്ടിങ് ആയുള്ള ഷിയർ സ്ട്രെയിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഷിയർ സ്ട്രെയിൻ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടോട്ട് എടുത്തെഴുതാം. ദാറ്റ് ഈസ് ഗാമ ആർ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ഇനി എന്താണ് ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? ആൽഫ നമുക്ക് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. ഇവിടെ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടാൻ ആണ്. അപ്പോൾ ടാൻ ആൽഫ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആൽഫയ്ക്ക് നമുക്കൊരു റിലേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇതൊരു ട്രയാങ്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് ആർ പ്ലസ് യു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റയായിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇവിടെ ഈ ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഈ ഡി ഡാഷ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് യു ആർ പ്ലസ് ഡെൽറ്റ യു ആർ എന്ന് അറിയാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം എന്താണ്? യു ആർ പ്ലസ് ഡെൽറ്റ യു ആർ ആണ്. അതിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് സ്വാഭാവികമായിട്ട് ഈ ഡോട്ടൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനാണ്? ഈ സെയിം ഡിസ്റ്റൻസിനെ തന്നെയാണ് റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? യു ആർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്തിൽ നിന്ന് യു ആർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ഇവിടെ ഫസ്റ്റ് എഴുതുന്നത് ആൽഫയുടെ വാല്യൂ ആണ്. എഴുതുന്നത്. അപ്പം അതെന്ന് പറയുന്നത് എന്തായിരിക്കും? യു ആർ പ്ലസ് ഡെൽറ്റ യു ആർ മൈനസ് യു ആർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ പ്ലസ് യു ആർ ഇൻറ്റു ഡെൽറ്റ ആർ പ്ലസ് യു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ബീറ്റ എന്ന് പറയുന്ന ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ അവിടെയും നമുക്ക് എന്ത് റിലേഷൻ കൺസിഡർ ചെയ്യാം? ടാൻ ബീറ്റ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പം ഫോർ സ്മോൾ ട്രയാങ്കിളാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്മോൾ സ്ട്രെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിഫർമേഷൻ വളരെ ചെറുതാണ്, ഈ ഒരു ആംഗിൾ വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടാൻ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം? ബീറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി ഡാഷ് മുതൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ ആണ് അല്ലേ. അതിൽ നിന്ന് നമ്മൾ എത്രയും കുറയ്ക്കണം? ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കുറച്ചാലേ ബി ഡാഷ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം ഈ ഒരു ആർക്ക് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ
ഈ പർട്ടിക്കുലർ അതാണ് ഈ ഡോട്ടഡ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് ലൈനും ഈ ഹൊറിസോണ്ടൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു പോയിൻറ്റിലെയും ആർക്ക് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെ അറിയാവുന്ന ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് എ മുതൽ A' വരെയുള്ള ആർക്ക് ലെങ്ത് നമുക്കറിയാം. എത്രയാണ്? u തീറ്റയാണെന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് നമുക്കറിയാം എ വരെയുള്ള ഒറിജിനിൽ നിന്ന് എ വരെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ യു തീറ്റയെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ചെറിയൊരു ആംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ യു തീറ്റ ഡിവൈഡ് ബൈ 6 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൺസ് നമുക്ക് ആംഗിൾ അറിയാമെങ്കിൽ റേഡിയസും അറിയാമെങ്കിൽ ഏതൊരു പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയൊരു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ ഇൻറ്റു റേഡിയസ് ആയിരിക്കും. ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? യു തീറ്റ ബൈ 6. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? r പ്ലസ് ഡെൽറ്റ ആർ ആണ് അല്ലേ? ഇവിടെ മുതൽ ഇവിടെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് r പ്ലസ് ഡെൽറ്റ ആർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. അപ്പം ടോട്ടൽ ലെങ്തിൽ നിന്ന് നമുക്ക് ഇത് കുറയ്ക്കണം അല്ലേ? അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ അല്ലേ, മൈനസ് ഈ ചെറിയൊരു ആർക്ക് ലെങ്ത് കുറയ്ക്കണം. അതെന്ന് പറയുന്നത് എന്താണ്? യു തീറ്റ ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ, യു തീറ്റ ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ഹോൾ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ A' മുതൽ ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റുകളുടെ ലെങ്താണ്. അതെന്ന് പറയുന്നത് ഏതിന് സിമിലറാണ്? AB എന്ന് പറഞ്ഞാൽ ലെങ്തിന് സിമിലറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ആർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. ദറ്റ് ഈസ് യു ആർ മൈനസ് യു ആർ ഡിവൈഡഡ് ബൈ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് യു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് യു തീറ്റ പ്ലസ് ഡെൽറ്റ യു തീറ്റ മൈനസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? യു തീറ്റ 6 ക്യാൻസലായി പോകും. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് യു തീറ്റ എന്ന് മാത്രം വരും. യു തീറ്റ അടുത്ത ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് എന്താവും? മൈനസ് ആവും. 1/1 അല്ല സോറി യു തീറ്റ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. യു ആർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയൊരു മൈന്യൂട്ട് ആംഗിളാണ് അല്ലേ? അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? വളരെ ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? ഈ യു തീറ്റയും മൈനസ് യു തീറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 1/r ഇൻറ്റു ഡെൽറ്റ യു ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ തീറ്റ. ഇവിടെ എന്ത് ക്യാൻസലായി പോകും? ഈ യു ആറൂടെ ക്യാൻസലായി പോകും. ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ 1/r ഇൻറ്റു ഡെൽറ്റ യു ആർ ബൈ ഡെൽറ്റ തീറ്റ. ഓക്കെ, പ്ലസ് ഇവിടെ എഴുതിയതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൂടെ ഉണ്ട്? ഡെൽറ്റ ആറും കൂടിയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് ഡെൽറ്റ യു തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആർ മൈനസ് യു തീറ്റ ഡിവൈഡഡ് ബൈ ആർ. കാരണം ഈ ടൈമിലേക്ക് കൊടുക്കുമ്പോൾ യു തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആർ വരും. അടുത്ത ടൈമിലേക്ക് ഡെൽറ്റ ആർ പോകുമ്പോഴത്തേന് ഈ ഡെൽറ്റ ആറും ഈ ഡിനോമിനേറ്ററിലെ ഡെൽറ്റ ആറോട് ക്യാൻസൽ ആകും. ബാക്കി എന്ത് വരും? മൈനസ് ഓഫ് യു തീറ്റ ഡിവൈഡഡ് ബൈ ആർ അല്ലേ? അപ്പോൾ അതിനെ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഗാമ ആർ തീറ്റ ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഡോ യു ആർ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ യു തീറ്റ ബൈ ഡോ ആർ മൈനസ് യു തീറ്റ ഡിവൈഡഡ് ബൈ ആർ. ഇതായിരിക്കും ഷിയർ സ്ട്രെയിനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രെയിൻ ടെൻസർ ഇൻ പോളാർ കോർഡിനേറ്റ്സ് ആണ്. ഇവിടെ ഓൾറെഡി നമുക്ക് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിൻ ടെൻസർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അത് എപ്സിലോൺ ആർ ആർ ഗാമ ആർ തീറ്റ ഡിവൈഡഡ് ബൈ 2 0 ഗാമ തീറ്റ ആർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ തീറ്റ 0 0 0 എപ്സിലോൺ z ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ആറിൻ്റെ ഓൾറെഡി നമുക്ക് റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഡോ യു ആർ ബൈ ഡോ ആർ. ഓക്കെ, അടുത്ത ഗാമ ആർ തീറ്റയുടെ റിലേഷൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡെറൈവ് ചെയ്തതിനകത്ത് ലാസ്റ്റ് ഇക്വേഷനാണ്. അതെന്ന് പറയുന്നത് 1/2 നമുക്ക് വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു
എന്താണ് 1/r ഡോ യു ആർ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ യു തീറ്റ ബൈ ഡോ ആർ മൈനസ് യു തീറ്റ ഡിവൈഡഡ് ബൈ ആർ 0. ഓക്കെ, അടുത്ത ഗാമ തീറ്റ ആർ ബൈ 2, അത് നമുക്കറിയാം ഇക്വാളിറ്റി ഓഫ് ക്രോസ് ഷെയർ വെച്ചിട്ട് ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും എവിടെയും വരുന്നത്, ഇവിടെയും വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും, ദറ്റ് ഈസ് 1/2 ഇൻറ്റു 1/r ഡോ യു ആർ ഡിവൈഡഡ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ യു തീറ്റ ഡിവൈഡഡ് ബൈ ഡോ ആർ മൈനസ് യു തീറ്റ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇനി അടുത്ത എപ്സിലോൺ തീറ്റ നമ്മൾ ഡെറിവ് എന്തായിരുന്നു, 1/r ഇൻറ്റു ഡോ യു തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് യു ആർ ഡിവൈഡഡ് ബൈ ആർ. നെക്സ്റ്റ് 0 രണ്ടാം മൊമെൻറ്റ് 0. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡോ യു ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആണ്, അത് നമ്മൾ ഡെറിവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് ഡോ യു ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് എന്നായിരിക്കും. ഇതായിരിക്കും സ്ട്രെയിൻ ടെൻസർ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇത് ഈക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഈക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. റോളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമായിട്ട് വരും. ഓക്കെ, താങ്ക് യു.